പ്രധാനമന്ത്രിയായി റെക്കോർഡിട്ടിരിക്കുന്ന ഒരു വർഷമാണ് ഈ 2025. മോദി ഭരണം തുടർച്ചയായി 11ാം വർഷത്തിലേക്ക് എത്തിയ വേളയിലാണ് ഇത്തരമൊരു റെക്കോർഡിടൽ. എന്നാൽ മോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ച RSS തന്നെ ഇപ്പോൾ മോദിയുടെ ചീട്ടങ്ങനെ കീറുകയാണ്. അപ്രതീക്ഷിതമായ ഒരു അടിയാണ് മോഹൻ ഭാഗവത് എന്ന RSS മേധാവിയിൽ നിന്നും ഇപ്പോൾ മോദിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വന്തം വരുതിയിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അട്ടിമറി കണക്കുകൾ രാഹുൽ ഗാന്ധി ഓരോന്നോരോന്നായി വലിച്ചു പുറത്തിടുമ്പോൾ ഡൽഹിയുടെ നഗരവീഥികൾ നിറയുകയും പാർലമെന്റിലേക്ക് കാല് കുത്താനാകാതെ മോദി വിയർക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ രാഹുലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മോഹൻ ഭാഗവത് എന്ന RSS നേതാവ് മോദിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. മോദി ഭരണത്തിൽ സാധാരണക്കാർ കഷ്ടത്തിലായി എന്ന് തന്നെയാണ് മോഹൻ ഭാഗവത് പറയുന്നത്. ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും സാധാരണക്കാരന് അപ്രാപ്യമായി മാറുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മോഹൻ ഭാഗവത് എന്ന RSS മേധാവി. ആദ്യകാലങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളും സാമൂഹിക സേവന മേഖലകളായിരുന്നു. എന്നാൽ ഇന്ന് ഈ മേഖലകളിൽ ഉണ്ടായ അമിതമായ വാണിജ്യവൽക്കരണം മൂലം നല്ല വിദ്യാഭ്യാസവും ഗുണമേന്മയുമുള്ള ആരോഗ്യ സംരക്ഷണവും സാധാരണ ജനങ്ങൾക്ക് ഒട്ടും കിട്ടാതെയായി മാറി. ഇൻഡോറിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. എന്നാൽ ഇവ രണ്ടും ചെലവേറിയതായി മാറി. ഇൻഡോറിൽ ശ്രീ ഗുരുജി സേവാന്യാസ് പബ്ലിക് ട്രസ്റ്റിന്റെ കീഴിൽ ആരംഭിച്ച മാധവ് സൃഷ്ടി ആരോഗ്യ കേന്ദ്രത്തിന്റെയും ക്യാൻസർ കെയർ സെന്ററിന്റെയും ഉദ്ഘാടന വേളയിലായിരുന്നു മുതിർന്ന RSS നേതാവിന്റെ ഓരോ നിരീക്ഷണങ്ങളും എന്നോർക്കണം. ആരോഗ്യവും വിദ്യാഭ്യാസവും ലോകമെമ്പാടുമുള്ള സമൂഹത്തിന് ഇന്ന് വളരെയേറെ ആവശ്യമുള്ള രണ്ടു കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. ഇത് വിദ്യാഭ്യാസത്തിന്റെ യുഗമാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരമില്ലെങ്കിൽ ബുദ്ധിയും ശക്തിയും നേടാൻ കഴിയില്ല. ഒരാൾ തന്റെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ വീട് വിൽക്കേണ്ടി വരുന്നു. രോഗം വന്നാൽ മികച്ച ചികിത്സ തേടണമെങ്കിൽ ഒരാൾക്ക് വീടും പറമ്പും വിൽക്കേണ്ടി വരുന്നു. ഇത് നല്ല കാര്യമല്ല. മോദി ഭരണത്തിന് കീഴിൽ രാജ്യം അചഞ്ചലമായ വികസനത്തിലേക്ക് പോകുന്നു. 2047 1ാം സ്ഥാനത്ത് സാമ്പത്തികമായ നേട്ടത്തിൽ വികസന രാജ്യത്തിൽ എന്നൊക്കെ മോദി നാഴികയ്ക്ക് 40 വട്ടം എന്നല്ല അതിൽ കൂടുതൽ പറയുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പറച്ചിലുമായിട്ട് മോഹൻ ഭാഗവത് തന്നെ രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് ആരോഗ്യവും വിദ്യാഭ്യാസവും എന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ സാധാരണയായ ജനങ്ങൾക്ക് കയ്യെത്താത്ത ദൂരത്താണ്. ഇതൊരു വിനോദാഭാസമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ആശുപത്രികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കുറയുന്നില്ല, കൂടുന്നതാണ് കാണുന്നത്. പുതിയ ആശുപത്രികളും സ്കൂളുകളും വേഗത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. പക്ഷെ ഇവയുടെ വാണിജ്യവൽക്കരണം സാധാരണക്കാർക്ക് അപ്രാപ്യമായി മാറി. ഇന്ത്യയിലെ വിദ്യാഭ്യാസം $1 ട്രില്യൺ ബിസിനസ് ആണ് എന്ന് പണ്ടൊരു മന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബിസിനസ് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പണമുള്ളവർ ബിസിനസ് ചെയ്യുന്നു. നേരത്തെ വിദ്യാഭ്യാസം എന്നത് അധ്യാപകരുടെ കടമയും ഉത്തരവാദിത്വവുമായിരുന്നു. അവർ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ ചികിത്സക്കായി അവരെ വിളിക്കാതെ തന്നെ രോഗികളുടെ വീട്ടിലെത്തുമായിരുന്നു. അതവരുടെ സ്വന്തം കടമയായി കണ്ടു. എന്നാൽ ഇപ്പോൾ എല്ലാം പ്രൊഫഷണൽ മാത്രമായി കഴിഞ്ഞു എന്ന് മോദി ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് അവിടുത്തെ തന്നെ തലവൻ പറയുമ്പോൾ അത് മോദിയുടെ ചീട്ടുകീറലാണ്. നല്ല ഒന്നാം തരം ചീട്ടുകീറൽ.